ഇന്ത്യ കാനഡ ബന്ധം വഷളാകുന്നു. കാനഡയിലെ ഇന്ത്യക്കാർ കടുത്ത ആശങ്കയിൽ. ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും വർഷം തോറും പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന കാനഡയിലെ സിഖ് ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് ഹിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യക്കെതിരെ കടുത്ത നിയന്ത്രണങ്ങളുമായി കാനഡ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയൻ ഗുരുദ്വാരയ്ക്ക് മുന്നിൽ വെച്ചാണ് കടുത്ത ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് അജ്ഞാതരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. 2020 അദ്ദേഹത്തെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിക്കുകയും ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ഇന്ത്യ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ആ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കൊലപാതകത്തിന്റെ പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണെന്ന് കാനഡ ആരോപിക്കുന്നത്. കാനഡയിൽ വെച്ച ഒരു കനേഡിയൻ പൗരൻ വിദേശ രാജ്യത്താൽ വധിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതികരണം. കനേഡിയൻ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ ഒരു വോട്ട് ബാങ്കാണ് ഹർദീപ് സിംഗ് ഉൾപ്പെട്ട സിഖ് സമൂഹം. ട്രൂഡോ സർക്കാരിന് നിർണായകമായ ഭരണ പിന്തുണ നൽകുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗമീത് സിംഗിന്റെ ശക്തമായ സ്വാധീനവും സമ്മർദ്ദവും കനേഡിയൻ സർക്കാരിന്റെ ഇന്ത്യാവിരുദ്ധ നിലപാടുകൾക്ക് പിന്നിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2013 ഇന്ത്യാവിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ ഇന്ത്യൻ വിസ റദ്ദാക്കിയിരുന്നു. അമേരിക്കയിലും കാനഡയിലും ഖലിസ്ഥാൻ ശക്തി പ്രാപിക്കുന്നതും തുടർച്ചയായി അവർ ഇന്ത്യാവിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുന്നതും അമേരിക്കയിലെ ഇന്ത്യൻ എംബസി ആക്രമിക്കുവാനുള്ള അവരുടെ നീക്കവും വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത്. ചില പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളോട് കൈകോർത്ത് പഞ്ചാബ് അടക്കമുള്ള മേഖലകളിൽ ഖലിസ്ഥാൻ നടത്തുന്ന പ്രകോപനപരമായ പ്രവർത്തനങ്ങൾക്കും കനേഡിയൻ സിഖ് ഭീകരവാദികൾക്കും എതിരെ ഇന്ത്യ കനേഡിയൻ സർക്കാരിന് നൽകിയ ഒരു മുന്നറിയിപ്പും കനേഡിയൻ സർക്കാർ ഗൗരവത്തിൽ പരിഗണിച്ചിരുന്നില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഹർദീപിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കാനഡ ഇന്ത്യയുടെ മേൽ ചാർത്തുന്നത്. ഖലിസ്ഥാൻ നേതാവിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാനഡയുടെ ആരോപണങ്ങൾ തള്ളിയ ഇന്ത്യ ട്രൂഡോയുടെ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതവും അസംബന്ധവുമാണെന്നും ഖലിസ്ഥാൻ ഭീകരർക്ക് കാനഡ താവളം ഒരുക്കുന്നുവെന്നും വിമർശിച്ചു. ഇന്ത്യ തങ്ങളുടെ നയം പരസ്യമായി തന്നെ വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നിർത്തിവെക്കുകയും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പവൻ കുമാർ റായിയെ കാനഡ പുറത്താക്കുകയും അദ്ദേഹത്തോട് രാജ്യം വിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് ചെയ്ത കാനഡയ്ക്കുള്ള ശക്തമായ മറുപടി എന്ന വണ്ണം കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ കാമറൂൺ മക്വയെ ഇന്ത്യയും പുറത്താക്കിയിരിക്കുകയാണ്. ഖലിസ്ഥാൻ തീവ്രവാദികളെ നേരിടുന്നതിൽ കാനഡ പരാജയമാണെന്നും കൊലപാതകവും മനുഷ്യക്കടത്തും അടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കാനഡ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമാണ് വർഷം തോറും പഠനത്തിനും ജോലിക്കുമായി കാനഡയിൽ എത്തുന്നത്. ഇവരിൽ 10,000-കണക്കിന് മലയാളികളും ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ കാനഡ ബന്ധം വഷളായാൽ അതിൻ്റെ പേരിൽ വലിയ പ്രത്യാഘാതമാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാവുക. അമേരിക്കയിലും ഖലിസ്ഥാൻ തീവ്രവാദികൾ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കാനഡ വിഷയത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ച് ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.